നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ഇടതുപക്ഷം ദുർബലമായെന്ന DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ. LDFന്റെ തകർച്ച UDFന്റെ വൻ വിജയത്തിന് വഴിവെക്കും. RSPയുടെ വരവ് UDFന് നേട്ടമെന്നും തമ്പാൻ. കൊടിക്കുന്നിൽ സുരേഷും MA ബേബിയും പ്രചരണം തുടങ്ങി. NK പ്രേമചന്ദ്രൻ ശനിയാഴ്ച കിഴക്കൻ മേഖലയിൽ. ചിതറ ക്ഷീര സഹകരണ സംഘം ഭാരവാഹികളുടെ അനാസ്ഥ മൂലം 13 കർഷകരുടെ പെൻഷൻ മുടങ്ങിയിട്ട് 6 വർഷം. കർഷകരിൽ നിന്ന് ശേഖരിച്ച അംശാദായം ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കാതെ വകമാറ്റി ചെലവഴിച്ചുവെന്ന ആക്ഷേപം. ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷത്തിന്റെ തകർച്ച UDFന്റെ വിജയത്തിന് വഴിവെക്കുമെന്ന് DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ. UDF തരംഗമുണ്ടെന്നും വൻ വിജയമാണ് UDFനെ കാത്തിരിക്കുന്നതെന്നും തമ്പാൻ പറഞ്ഞു. RSPയുടെ UDF പ്രവേശം വൻ നേട്ടമാകുമെന്നും തമ്പാൻ കൂട്ടിച്ചേർത്തു. ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളിലൊക്കെ പെട്ടതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടവരും ഒക്കെ സ്ഥാനാർത്ഥികളാവുകയാണ്. ഇത്രയും ആശയദാരിദ്ര്യം നേരിടുന്ന ഒരു മുന്നണിയെ ജനങ്ങൾ എവിടുന്ന് പിന്തുണയ്ക്കാനാണ്? അവരുടെ തകർച്ച തന്നെയാണ് UDFന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഒരു കാരണമാകാൻ പോകുന്നത്. എല്ലായിടങ്ങളിലും UDFന്റെ തരംഗം ആഞ്ഞടിക്കുകയാണ്. എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. RSP കൂടി UDF വിട്ടതോടെ ഇടതുപക്ഷം ദുർബലമായതായും തകർച്ച നേരിടുന്ന LDFന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയില്ലെന്നും തമ്പാൻ പറഞ്ഞു. RSP തന്നെ ഇന്ന് UDFന്റെ ക്യാമ്പിലെത്തിയിരിക്കുന്നു. RSPയുടെ പ്രവേശം വളരെ സഹായിക്കും. ഉദാഹരണമായിട്ട് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ MLA കോവൂർ കുഞ്ഞുമോൻ RSP നേതാവാണ്. ആ മണ്ഡലത്തിലെ RSPയുടെ 10-20,000-ൽ പരം വരുന്ന വോട്ടുകൾ ഇത്തവണ UDF അനുകൂലമായി വിടുവാൻ പോവുകയാണ്. അവർക്ക് എല്ലാ നിയോജകമണ്ഡലത്തിലും അതനുസരിച്ചിട്ടുള്ള ഒരു മാർജിനുണ്ട്. ആ വോട്ടുകളെല്ലാം UDFൽ ഉറപ്പായും ലഭിക്കുന്ന വോട്ടുകളാണ്. കാരണം അവരൊരു കേഡറാണ്, തൊഴിലാളി പ്രസ്ഥാനമാണ്, അതിനകത്ത് പതിരേയില്ല. തീർച്ചയായിട്ടും RSPയുടെ വരവ് UDFനെ വളരെ സഹായിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രചരണം പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായ UDF നേതൃയോഗം കുന്നിക്കോട് ചേർന്നു. ഭൂമിശാസ്ത്രപരമായി പ്രത്യേകതയുള്ള മണ്ഡലത്തിൽ എത്താവുന്ന സ്ഥലങ്ങളിലെത്താനും 2 ഓഫീസുകളുടെ പ്രവർത്തനത്തിലൂടെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പരമാവധി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും കഴിയുന്നതാണ്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്യുവാനുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒരു MPക്ക് 2 ഓഫീസ് പ്രവർത്തിക്കുന്നത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമാണ് എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി അറിയിക്കുകയാണ്. UDF നിയോജക മണ്ഡലം ചെയർമാൻ ബാബു മാത്യു അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ഡോക്ടർ പ്രതാപവർമ്മ തമ്പാൻ, UDF ജില്ലാ ചെയർമാൻ കരുണാകരൻ പിള്ള, UDF ജില്ലാ കൺവീനർ കരിക്കത്തിൽ തങ്കപ്പൻ പിള്ള, ബെന്നി കക്കാട്, DCC ജനറൽ സെക്രട്ടറി CR നജീബ്, UDF നിയോജക മണ്ഡലം കൺവീനർ K അനിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ M ഷേഖ് ഫരീദ്, J ഷാജഹാൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലതാ C നായർ, അഡ്വക്കേറ്റ് ബ്രിജേഷ് ഇബ്രഹാം, നേതാക്കളായ പള്ളിത്തോപ്പിൽ ഷിബു, പത്മഗിരീഷ്, CK രാധാകൃഷ്ണൻ, AR ബഷീർ, തങ്കച്ചൻ പനവേലി, വിജയകുമാരി, ഗ്രേസി വർഗീസ്, പൊടിയൻ വർഗീസ്, M അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കിഴക്കൻ മേഖലയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. ചുവരെഴുത്തുകൾ പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കിഴക്കൻ മേഖലയിലെ പ്രചരണം ശനിയാഴ്ച ആര്യങ്കാവിൽ തുടങ്ങുമെന്ന് അറിയുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ പ്രചരണാർത്ഥമുള്ള ചുവരെഴുത്തുകൾ തെന്മലയിലും പരിസര പ്രദേശങ്ങളിലുമായി പുരോഗമിക്കുന്നു. ആര്യങ്കാവ്, കഴുത്തുരുട്ടി, തെന്മല, ഇടമൺ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ചുവരെഴുത്തുകൾ പുരോഗമിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 92 കാലഘട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും ഭാർഗവ തങ്കപ്പൻ്റെയും ഒക്കെ ആയിട്ട് ഒരു ചുവരെഴുത്ത് ചെയ്തതാണ് പണ്ട്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാപകമായ ചുവരെഴുത്തുകൾ എല്ലാ സ്വകാര്യ വ്യക്തികളുടെ ചുവരിലും ഈ വർഷം ഇപ്പോൾ MA ബേബിക്ക് വേണ്ടിയിട്ട് 10 ഏക്കർ മുതൽ തെന്മല ജംഗ്ഷൻ ഏകദേശം വ്യാപകമായ ചുവരെഴുത്താണ് ഇപ്രാവശ്യം. എന്നാൽ UDFന്റെയും BJPയുടെയും ഇതര സ്ഥാനാർത്ഥികളുടെയും പ്രചരണത്തിന് തുടക്കം കുറിച്ചിട്ടില്ല. ചുവരെഴുത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ സ്വകാര്യ വ്യക്തികളുടെ മതിലുകൾ ബുക്ക് ചെയ്യുന്ന തിരക്കിലാണിപ്പോൾ. ഒരു സ്ഥാനാർത്ഥിയുടെയും ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ശനിയാഴ്ച നേരിട്ട് ഗോതയിൽ ഇറങ്ങാനാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ലക്ഷ്യമിടുന്നത്. രാവിലെ 8 മണിക്ക് ആര്യങ്കാവിലെത്തുന്ന അദ്ദേഹം കിഴക്കൻ മേഖലയിലെ റോഡ് ഷോയ്ക്ക് തുടക്കം കുറിക്കും. കഴുതുരുട്ടി, തെന്മല, കുളത്തൂപ്പുഴ, ഇടമൺ, പുനലൂർ, കടക്കൽ എന്നിവിടങ്ങളിൽ NK പ്രേമചന്ദ്രൻ ശനിയാഴ്ച പ്രചരണത്തിനായി എത്തുമെന്നാണ് കരുതുന്നത്. BJP സ്ഥാനാർത്ഥി PM വേലായുധനും ഉടൻ പ്രചരണത്തിന് കിഴക്കൻ മേഖലയിലേക്ക് എത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തെന്മല.
അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം പുരോഗമിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥനയ്ക്കായി ചുവരുകൾ ഒരുക്കുന്ന ജോലിയിലാണ് വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ. അഞ്ചൽ, ഏരൂരിലും പരിസര പ്രദേശങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന MA ബേബിയുടെ പ്രചരണത്തിനായി ചുവരെഴുത്തുകൾ നടത്തുന്ന തിരക്കിലാണ് പാർട്ടി പ്രവർത്തകർ. പ്രദേശത്തെ മതിലുകളും ചുവരുകളും LDFന്റെയും UDFന്റെയും പ്രവർത്തകർ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിലാക്കാനുള്ള ഒരുക്കത്തിലാണ് ഓരോ രാഷ്ട്രീയ സംഘടനകളും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മത്സരയോട്ടവും തമ്മിലടിയും. ചിത്രയിൽ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിട്ടു. ചിതറ കല്ലുവട്ടാംകുഴിയിൽ വ്യാഴാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. കുളത്തൂപ്പുഴ കല്ലറ റൂട്ടിലോടുന്ന ദേവി എന്ന സ്വകാര്യ ബസ്സും പാലോട് കിളിമാനൂർ റൂട്ടിലോടുന്ന വർഷ എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും തമ്മിലാണ് സമയത്തെ ചൊല്ലി തർക്കവും തുടർന്ന് സംഘർഷവും ഉണ്ടായത്. നിറയെ യാത്രക്കാരുമായി മത്സരിച്ചെത്തിയ സ്വകാര്യ ബസ്സുകൾ കല്ലുവട്ടാംകുഴി ജംഗ്ഷനിലെത്തിയപ്പോൾ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടലിലായി. തുടർന്ന് നാട്ടുകാർ സംഘടിച്ച് ഇരു ബസ്സുകളും തടഞ്ഞിട്ടു. കടയ്ക്കൽ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി ജീവനക്കാരെ താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു. വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട് ഇടമൺ മുതൽ ആര്യങ്കാവ് വരെയുള്ള ഭാഗത്തെ കുടിയൊഴിപ്പിക്കൽ റെയിൽവേ ഉടൻ നടപ്പാക്കിയേക്കുമെന്ന് സൂചന. മധുര ഡിവിഷനിലെ അഡീഷണൽ മാനേജർ വെള്ളിയാഴ്ച തെന്മല സന്ദർശിച്ചു. പുനരധിവാസത്തിന് നടപടിയാകാത്തതിനാൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ കടുത്ത ആശങ്കയിലാണ്. ആര്യങ്കാവ് മുതൽ ഇടമൺ വരെ 93 പേർക്കാണ് ഒഴിഞ്ഞു പോകാൻ റെയിൽവേ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇനിയൊരു അറിയിപ്പ് കൂടാതെ കുടിയൊഴിപ്പിക്കാനും JCB ഉപയോഗിച്ച് വീടുകൾ ഇടിച്ചു നിരത്തി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുമാണ് റെയിൽവേയുടെ തീരുമാനമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ അഡീഷണൽ റെയിൽവേ മാനേജർ സ്ഥലത്തെത്തി വിവരമറിഞ്ഞ പ്രദേശത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ വിശദീകരിച്ചു. എന്നാൽ റെയിൽവേ പുറമ്പോക്ക് നിവാസികളെ പുനരധിവസിപ്പിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സംവിധാനമാണെന്ന് അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. അതേസമയം ആവശ്യത്തിൽ കൂടുതൽ സ്ഥലം റെയിൽവേ വികസനത്തിനായി എടുക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർക്കിടയിലും സംസാരമുണ്ട്. കരാറുകാരെ സഹായിക്കുന്നതിന് വേണ്ടി കൂടുതൽ വർക്കുകളുടെ പ്രപ്പോസൽസ് വയ്ക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം കുടിയൊഴിപ്പിക്കൽ ഭീഷണി പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും പഞ്ചായത്ത് അധികൃതർ ഇത് സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ തെന്മലയിൽ യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന് പഞ്ചായത്തുകാരാണ് വീട് മാറ്റണം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് പേപ്പർ കൊണ്ട് തരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ആൾക്കാർ കൊണ്ടുവന്ന് പേപ്പർ കൊണ്ട് തന്നു. അന്നേരം ഈ പേപ്പർ തരേണ്ട കാര്യം എന്തുവാ എന്ന് ചോദിച്ചവും പറഞ്ഞ് അത് നിങ്ങൾ ഇവിടുന്ന് മധുരയിൽ ചെല്ലുക, മധുരയിൽ ചെന്നിട്ട് മധുരയിൽ ചെന്ന് മധുരയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുമായിട്ട് സംസാരിക്കുക. അതിനെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതലെപ്പറ്റി വിശദീകരിച്ച് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ തെന്മല പഞ്ചായത്ത് ജീവിക്കുന്നവരാ, അത് പഞ്ചായത്തിലുള്ളവർ വേണം ഏത് വീട് ഇവിടുന്ന് റെയിൽവേയിൽ നിന്ന് മാറ്റി കൊടുക്കണമെന്ന് വെച്ചാൽ ആ വീട് നമ്മൾ മാറ്റി കൊടുക്കാൻ തയ്യാറ്. അവർക്ക് ബുദ്ധിമുട്ടുള്ള വീട് നമ്മൾ മാറ്റി കൊടുക്കാൻ തയ്യാറ് തന്നെ. ആവശ്യമില്ലാത്ത വീടുകൾ അയാൾ ഇവിടുത്തെ പഞ്ചായത്താണ് തീരുമാനിക്കേണ്ടത്. പിന്നെ അവരുടെ ഉദ്യോഗസ്ഥന്മാർ വരിക, അവർ പല രീതിക്കുള്ള അളവുകൾ എടുക്കുക, പല രീതിയിലും വന്ന് സംസാരിക്കുക. ഇവിടെ നമ്മളിപ്പം സ്വൈര്യമായിട്ട് കിടന്നുറങ്ങാനൊക്കാത്തൊരു സാഹചര്യമായിരിക്കുക ഇപ്പം. റെയിൽവേയുമായി ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തുമെന്ന പഞ്ചായത്ത് വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇതിലും തീരുമാനമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. കുളത്തൂപ്പുഴ KSRTC ഡിപ്പോയിലെ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചതിലെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. നിർമ്മാണത്തിലെ അഴിമതി വിവരിച്ച് ഓംബുഡ്സ്മാനും വിജിലൻസിനും വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. കൊല്ലം MP N പീതാംബരക്കുറുപ്പിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ച് കുളത്തൂപ്പുഴ KSRTC ഡിപ്പോയിൽ സ്ഥാപിച്ച കാത്തിരിപ്പ് കേന്ദ്രമാണ് വിവാദങ്ങളിൽ കുരുങ്ങിയത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിലെ അഴിമതി പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ദേശീയ വെൽഫെയർ പാർട്ടി പ്രവർത്തകർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. 600 ചതുരശ്ര അടിയിൽ താഴെ മാത്രം വരുന്ന തുറന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് എങ്ങനെ 10 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ചോദ്യമുയർത്തുന്നത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയും തട്ടിപ്പും നടന്നതായി വിവരിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ഓംബുഡ്സ്മാൻ, ജില്ലാ കളക്ടർ, വിജിലൻസ് അടക്കമുള്ളവർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, കരാറുകാരൻ എന്നിവരെ പ്രതി ചേർത്താണ് പരാതി നൽകിയിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി KV മുരളി, ജില്ലാ കമ്മിറ്റി അംഗം ഷെഫീഖ്, മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ വഹാബ് എന്നിവർ പരാതി നൽകിയ വിവരം കുളത്തൂപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തില് പ്രഥമ ദൃഷ്ടിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആർക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ്. കേവലം 600 സ്ക്വയർ ഫീറ്റ് തറ ലെവലിൽ 2 മുറികളായി പണിതിട്ടുള്ള ആ വിശ്രമ കേന്ദ്രത്തിന് എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും ഒരു 5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമെന്ന് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇതിൽ ഏതെല്ലാം തലങ്ങളിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാനും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുവാനും ബന്ധപ്പെട്ടവരാരും തന്നെ
ഇന്നുവരെ തയ്യാറായിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ MP ഫണ്ടിന്റെ അതോറിറ്റിയായ ജില്ലാ കളക്ടർക്ക് നേരിട്ട് ഞങ്ങൾ ഒരു പരാതി നൽകണമെന്നാണ് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മറ്റ് ഏജൻസികളായ ഓംബുഡ്സ്മാൻ, ലോകായുക്ത, പിന്നെ വിജിലൻസ് എന്നിവർക്കും കൂടി പരാതി നൽകി ഇതിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് വെൽഫെയർ പാർട്ടി ശക്തമായി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തായി മാലിന്യം തള്ളുന്നതായി ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പരാതി. മാലിന്യം തള്ളുന്നതിനെതിരെ നടപടിയില്ലെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പച്ചക്കറി മാലിന്യങ്ങൾ അടക്കമുള്ളവ ആറോ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിന് സമീപം തള്ളിയത്. ന്യൂസ് പേപ്പറുകൾ കെട്ടാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വള്ളികളും മറ്റു മാലിന്യങ്ങളും സ്റ്റാൻഡിൽ കൊണ്ടിടുന്നത് പതിവായിരിക്കുകയാണ്. ചീഞ്ഞഴുകുന്ന പച്ചക്കറി മാലിന്യങ്ങളിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം കാരണം ഇതുവഴി കാൽനട പോലും സാധ്യമല്ല. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. ഈ പച്ചക്കറി കടയിൽ നിന്ന് കണ്ടമാനം വേസ്റ്റുകൾ ഇവിടെ നിരന്തരമായിട്ട് കൊണ്ടിടുന്നുണ്ട്. ഇവിടെ ഒന്നത്, രണ്ട് പത്രക്കാരുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് വരുന്ന പേപ്പർ, അതിനകത്ത് കെട്ടി വരുന്ന വള്ളികൾ. അനേകം ആൾക്കാർ ഇവിടെ ഈ വള്ളിക്ക് തട്ടി തന്നെ ഒരുപാട് ആൾക്കാർ വീണ് ഞങ്ങൾ ഗവൺമെന്റ് ഏജൻസിയെ കൊണ്ടുപോയി അവരെ ശുശ്രൂഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതങ്ങനെ അനധികൃതമായിട്ട് ബൈക്കുകൾ ഇവിടെ വെക്കുന്ന 5 പോലീസിനെയും കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അത് കേൾക്കാതെ തന്നെയാണ് അനധികൃതമായിട്ട് ഇവിടെ ബൈക്കുകൾ അവർ പാർക്ക് ചെയ്യുന്നത്. ഒന്നാമത് ഈ വേസ്റ്റ് ഇവിടെ കിടന്ന അഴിവി എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഈച്ചയും കൊതുവും അതിൻ്റെ ദുർഗന്ധവും ആളുകൾക്ക് അസുഖങ്ങളെന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ടമാനം അസുഖങ്ങളുള്ള ആൾക്കാരാണ് വരുന്നത്. ഇതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് ഇതൊന്ന് മാറ്റാനുള്ള സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ നിന്നോ പോലീസിൽ നിന്നോ എന്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ കഴിയുക. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ നിയമമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ കാര്യമായ ശ്രദ്ധ പുലർത്തുന്നില്ലെന്ന് ആരോപണം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിത്ര ക്ഷീര സഹകരണ സംഘം ഭാരവാഹികളുടെ അനാസ്ഥയെ തുടർന്ന് പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് കർഷകർ. ക്ഷേമനിധി തുക അടയ്ക്കുന്നതിൽ സംഘം വീഴ്ച വരുത്തിയതാണ് 13 കർഷകരെ ദുരിതത്തിലാക്കിയത്. ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. ചിതറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ 13 അംഗങ്ങളാണ് പെൻഷൻ ലഭിക്കാതെ വലയുന്നത്. 2008 ഇവർക്ക് പെൻഷൻ അനുവദിച്ചത്. കുറച്ചുനാൾ പെൻഷൻ കൃത്യമായി ലഭിച്ചിരുന്നെങ്കിലും 2010 മുതൽ പെൻഷൻ ലഭിക്കാതെ വന്നു. ഇതിനെ തുടർന്ന് 2010 കർഷകനായ ശിവശങ്കരപിള്ള മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ ഹർജി സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള ക്ഷീരകർഷക ക്ഷേമനിധിയിൽ നിന്നും മറുപടിയും ലഭിച്ചു. കേരള ക്ഷീരകർഷക ക്ഷേമനിധിയുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് സംഘങ്ങളിൽ നിന്ന് കിട്ടുന്ന അംശാദായം. ക്ഷേമനിധി നിയമപ്രകാരം അംശാദായം പൂർണ്ണമായും അടയ്ക്കാത്ത സംഘങ്ങളിൽ പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ തടഞ്ഞുവെക്കുമെന്ന് ക്ഷേമനിധി ബോർഡിന്റെ 2010 യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 10,000 രൂപയ്ക്ക് മേൽ ചിതറ ക്ഷീരകർഷക സംഘം കുടിശ്ശിക വരുത്തിയതായും ഇക്കാരണത്താൽ പെൻഷനുകൾ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നുമാണ് മറുപടി ലഭിച്ചത്. കുടിശ്ശിക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേമനിധിയിൽ നിന്നും സംഘത്തിന് അറിയിപ്പ് നൽകിയിട്ടും അംശാദായം അടച്ചിട്ടില്ല. മാർച്ച് 2010 കണക്ക് പ്രകാരം 35,901 രൂപയും മാർച്ച് 2010 കണക്ക് പ്രകാരം 26,688 രൂപയും കുടിശ്ശികയുണ്ട്. ഈ കുടിശ്ശിക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് 2009 ജൂലൈ മാസത്തിൽ സംഘത്തിന് നോട്ടീസ് അയച്ചിരുന്നു. ഇതിനൊന്നും സംഘം മറുപടി നൽകിയതുമില്ല. എന്നാൽ കർഷകരിൽ നിന്നും ആഴ്ചയിൽ 20 രൂപ നിരക്കിൽ അംശാദായം സംഘം പിരിക്കാറുണ്ട്. ഈ തുക എന്തു ചെയ്തു എന്നാണ് കർഷകരുടെ ചോദ്യം. 2006 മാർച്ച് മാസം മുതൽ പെൻഷൻ അനുവദിച്ചു. പക്ഷേ അത് 2008 വരെ തന്നിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ പെൻഷൻ തന്നിട്ടില്ല. അതിനെപ്പറ്റി ഈ ഓഫീസിൽ തിരക്കിയപ്പോഴത്തേക്ക് അംശാദായം കുടിശ്ശികയാണ്. അതിൻ്റെ പേരിൽ പിന്നെ അടയ്ക്കാൻ തരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ ഒന്ന് കളക്ഷൻ എടുത്ത് കുറച്ച് 10,000 രൂപ 2 ഗഡുവായിട്ട് അടച്ചിരുന്നു. അത് ഇവര് പേരിൽ അടയ്ക്കാനൊക്കെ ഉള്ളു. നമുക്ക് പ്രൊഫഷണലില്ലെന്ന് 6 വർഷം കൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് 13 പേർക്കും കിട്ടുന്നില്ല. 3 കൊല്ലം കൊണ്ട് കിട്ടുന്നില്ല. പിന്നെ അച്ഛൻ്റെ പെൻഷനാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ പെൻഷൻ ചോദിച്ചപ്പോൾ തരാമെന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പാലൊഴിക്കുന്നു. ഇപ്പം 2 മാസം കൊണ്ട് ഒടിക്കുന്നില്ല. സാർ അവിടെ വന്നപ്പോഴും പറഞ്ഞ അമ്മയ്ക്ക് പെൻഷൻ കിട്ടേണ്ടതാണ്, കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സുധാരൻ തരണ്ടേ. അപ്പം പറഞ്ഞ് ഞങ്ങൾ പൈസ അടയ്ക്കണം, പാതി പൈസ അടയ്ക്കണം, കുടിശ്ശിക അടയ്ക്കണേ, എങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മേടിച്ചു തരാമെന്ന്. അതിപ്പം നടക്കുമോ? കൃത്യമായി ഈ തുക ക്ഷേമനിധിയിൽ അടച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ തുക കുടിശ്ശിക ഉണ്ടാകുമായിരുന്നില്ല. സംഘം പ്രസിഡന്റുമായി കർഷകർ സംസാരിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് കർഷകർ സഹായിക്കുകയാണെങ്കിൽ കുടിശ്ശിക അടയ്ക്കാമെന്നാണ്. അങ്ങനെ സഹായിച്ചാൽ തന്നെയും ഇത്രയും നാൾ തങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ച അംശാദായം എവിടെയെന്ന ചോദ്യം മാത്രം അവശേഷിക്കുന്നു. ഈ തുക വകമാറ്റി ചെലവഴിച്ചതായാണ് കർഷകർ പറയുന്നത്. ഗൗരിയമ്മ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇവിടെ 13 പേർക്ക് പെൻഷൻ അനുവദിച്ചു. ആ 13 പേരും
പാലൊഴിച്ച് കഴിഞ്ഞവരാണ്. അവർക്ക് പിന്നെ തോന്നേക്കാലത്ത് പഴക്കമുണ്ട്. ഈ സൊസൈറ്റി തുടങ്ങിയപ്പോഴുള്ളവരാണ്. പിന്നെ അവർ അങ്ങോട്ട് പെൻഷൻ തുകയിൽ അടയ്ക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ 6 മാസത്തിലൊക്കെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് തടഞ്ഞു. കാര്യം അന്വേഷിച്ചപ്പോൾ ഓരോ സംഘങ്ങളിൽ നിന്നും പ്രസിഡന്റന്മാരെ വിളിച്ച് ഡയറിയിൽ അവരുടെ മേഖലാ യൂണിയനിൽ ഒരു കോൺഫറൻസ് നടത്തി. ഇവിടെ നിന്ന് ലോക്കൽ സെയിൽസ് നടത്തുന്നതിൽ അന്ന് ഭയങ്കര വിലയായിരുന്നു പോലും. ലോക്കൽ സെയിൽസ് നടത്തുന്നതിൽ 1 ലിറ്റർ പാല് വിൽക്കുമ്പോൾ 25 പൈസ വീതം യൂണിയൻ അടയ്ക്കണം, മേഖലാ യൂണിയൻ അടയ്ക്കണമെന്നൊരു വ്യവസ്ഥ അംഗീകരിച്ചു കൊടുത്തതാണ് അവർ. ആ പൈസ ഇവിടെ ലോക്കൽ സെയിൽസ് നടത്തിയിട്ട് ആ പൈസ അങ്ങോട്ട് അടച്ചില്ല. അത് പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ വകമാറ്റി ചെലവഴിച്ചു. അത് കുടിശ്ശിക വന്നതുകൊണ്ട് ആ കുടിശ്ശിക തീർക്കാതെ ഞങ്ങളുടെ പെൻഷൻ തരില്ലെന്നായി. 3.5 കൊല്ലം കഴിഞ്ഞു കിട്ടിയിട്ട്. അപ്പോൾ ഈ അടുത്ത സമയത്തൊരു നോട്ടീസൊക്കെ തന്നിട്ട് ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞു. അത് ചെന്നപ്പോൾ കണക്കട സുധാരൻ പറഞ്ഞു 60,000 രൂപ കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക അടച്ചാൽ ഈ 3.5 കൊല്ലത്തെ ബാക്കി കിടക്കുന്നത് കിട്ടും. അപ്പോൾ ഒരു 20,000 രൂപ അവർ അടച്ചിട്ടുണ്ട്. ഒരു 40 രൂപയുടെ നമുക്ക് പലിശയ്ക്ക് എടുത്തെങ്കിലും അടയ്ക്കാം. അടച്ചിട്ട് പിന്നെ ഇത് കിട്ടുന്ന അതിൻ്റെ വീതം അനുസരിച്ച് നിങ്ങളെല്ലാവരും കൂടി തന്നാൽ 40,000 രൂപ തീർക്കാം എന്നൊക്കെ പറഞ്ഞു. അതുവരെ കൈക്കൊണ്ടില്ല. കിടന്ന കാര്യം. ദൈനംദിന മരുന്നുകൾ വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് ഈ പെൻഷനാണ് ഏകാശ്രയം. മെഷീനറി വാങ്ങിയതിലും അംശാദായം തുകയിലുമുണ്ടായ തിരിമറികൾ അന്വേഷിക്കണമെന്നും എത്രയും വേഗം കർഷകർക്ക് പെൻഷൻ അനുവദിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. വളരെ സാമ്പത്തിക ക്രമക്കേടുകൾ ഈ സംഘവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അത് അന്വേഷിക്കുകയും കർഷകർക്ക് കിട്ടാനുള്ള പെൻഷൻ എത്രയും പെട്ടെന്ന് അനുവദിക്കുകയും ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ തഴവേൽ ചൂരക്കുളം ലക്ഷം വീട് കോളനിയിലെ ജലവിതരണ പൈപ്പ് ലൈനുകൾ തകർച്ചയിലായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. തകർച്ച പരിഹരിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യമുയർത്തിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തിട്ടില്ല. അഞ്ചൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. പൈപ്പ് ലൈൻ പൊട്ടി റോഡിലൂടെ കുടിവെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് 6 മാസം പിന്നിടുന്നു. നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും തകർച്ച പരിഹരിക്കാൻ ശ്രമം നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഇതിപ്പോൾ 7 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് പല പ്രാവശ്യങ്ങളിൽ ഇവിടുത്തെ വാർഡ് മെമ്പറിരിക്കുക, ഗിരിജാ തമ്പിയിരിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരാരും ഇത് ചെവിക്കൊണ്ടിട്ടില്ല. അവരെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഇവിടെ ലക്ഷം വീട് കോളനിയിലേക്ക് വെള്ളം പോകുന്നില്ല, മേലോട്ട് പോകുന്നില്ല. വെള്ളം അടിക്കുന്ന മുഴുക്കെ താഴെ പുരയിടത്തിൽ പോകുക. വേനൽക്കാലമാകുമ്പോൾ ലക്ഷം വീട് കോളനി നിവാസികൾക്കും പ്രദേശവാസികൾക്കും ആശ്രയമായിരുന്നു പഞ്ചായത്തിലെ ഈ പൊതുവിതരണ ടാപ്പ്. പൈപ്പിൽ നിന്നും വരുന്ന വെള്ളം ചുവന്ന നിറത്തിലാണെന്നും ദുർഗന്ധം വമിക്കുന്നതാണെന്നും നേരത്തെ പരാതി ഉയർന്നിരുന്നു. പ്രദേശത്തെ പ്രായമുള്ളവർ മുതൽ കുട്ടികൾ വരെ പൈപ്പ് ലൈൻ നന്നാക്കാത്തതിൽ പ്രതിഷേധത്തിലാണ്. പ്രദേശവാസിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥി ജിബിൻ ലൈവ് വാർത്തയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. 7 മാസം കൊണ്ട് പൊട്ടിക്കിടക്കുന്ന ഈ പൈപ്പിലെ വെള്ളമെല്ലാം ചോർന്നു പോവുകയാണ്. ഞങ്ങൾക്ക് ഈ 13-14 വാർഡുകാർക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഇനി ഈ പൈപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് താറാക്കൾക്ക് കുളിക്കാനും അപ്പുറത്തെ പുരയിടത്തിൽ റബ്ബറിന് വളമായി വെള്ളം ഒഴിക്കുവാനാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും വരൾച്ച എന്നൊരു ദുരന്തത്തിലേക്ക് നമ്മൾ നടന്നു ചെന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്രയും സംഭവങ്ങൾ ഇങ്ങനെ നടന്നിട്ട് നമ്മുടെ സർക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. വോട്ട് ചോദിക്കുമ്പോൾ മാത്രം അവർ പറയുന്ന വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്നും എനിക്കറിയുന്നില്ല. ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ തന്നെ വളരെ കുഴപ്പമാണ്. ഇതിലെ കൂടെ പോകാനുള്ള വഴിയില്ല. ഇവിടെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പൈപ്പിൽ വെള്ളം വന്നാൽ അത് കടും ചുവപ്പ് നിറവും അതിൽ നിന്ന് ദുർഗന്ധമായ മണവുമാണ്. കുട്ടിയുടെ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും അധികൃതരുടെ കണ്ണ് തുറക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചാലിയക്കര എസ്റ്റേറ്റ് LP സ്കൂളിന്റെ 60ാമത് വാർഷികവും കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും പുതിയ പഠന നിലവാരത്തിലേക്ക് പോകുവാനുള്ള കാര്യങ്ങളിൽ നമ്മുടെ HMO നിരവധി കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിൽ പോലും ഈ പ്രാന്തപ്രദേശമായ തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ ചാലിക്കര 16ാം വാർഡിലായ ABTയുടെ ഇത് സ്വകാര്യ മേഖലയായ സ്കൂളാണ്.
പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ സജ്ജമാക്കിയ കമ്പ്യൂട്ടർ ലാബ് സ്കൂൾ മാനേജർ KS പ്രതാപചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാലിയക്കര AVT എസ്റ്റേറ്റ് മാനേജർ G. ശ്യാംകൃഷ്ണൻ അവാർഡ് വിതരണം നിർവഹിച്ചു. പുനലൂർ AEO N. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. BPO B. അജിതകുമാരി, പൂർവ്വ വിദ്യാർത്ഥിയും പുനലൂർ SN കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ T. ഷിബു, വാർഡംഗം R. ലൈലജ, പ്രഥമാധ്യാപിക G. അംബിക, ഷീജ ജോസ്, G. ഗിരീഷ് കുമാർ, K. ബിന്ദുകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു. J. ഷീബ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് V. ശിവകുമാർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നെല്ലിപ്പള്ളി സർക്കാർ LP സ്കൂളിന്റെ വാർഷികം വിപുലമായി ആഘോഷിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച രാവിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഉച്ചയ്ക്ക് 2 മുതൽ നടന്ന പൊതുസമ്മേളനം MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ 50 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഈ നെല്ലിപ്പള്ളി എന്ന് പറയുന്നത് നമുക്കൊന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് എത്ര വീടുകളുണ്ട്, എത്ര വാഹനങ്ങളുണ്ട്, എത്ര റോഡുകളുണ്ട്, അതിൻ്റെ എല്ലാം സ്ഥിതി എന്തായിരിക്കും എന്നൊക്കെ ഇപ്പം നമുക്കൊന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്രയും പ്രാകൃതമായിരുന്ന അല്ലെങ്കിൽ ഒരു പഴയകാല മേഖലയിൽ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 49 കൊല്ലത്തിന് മുമ്പ് ആരംഭിച്ച ഒരു LP സ്കൂളാണ്. തീർച്ചയായിട്ടും ഈ സ്കൂള് ഈ പ്രദേശത്തെ എത്രയോ ഉന്നതരായിട്ടുള്ള വ്യക്തികളെ ഈ സ്കൂളിൽ നിന്ന് തുടങ്ങിയ ഒരു വിദ്യാഭ്യാസം അത് വഴി എത്രയോ ഉന്നതരായിട്ടുള്ള വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളുകളെ സംഭാവന ചെയ്യാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. സ്കൂളിന്റെ ചരിത്രത്തിൽ വളരെ എന്നെന്നും അത് ഓർക്കപ്പെടുന്ന സംഗതി കൂടിയാണ്. വിരമിച്ച പ്രൊഫസർ P. കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ മുൻ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ അവാർഡ് ദാനം നിർവഹിച്ചു. മുൻ ഉപാധ്യക്ഷൻ VP ഉണ്ണികൃഷ്ണൻ, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് PA അനസ്, വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ MR നരേന്ദ്രനാഥ്, ആന്റണി J. കൊയ്ത്തറ, S. ശ്യാമള, ബീനകുമാരി, SM ഷെരീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. PTA പ്രസിഡന്റ് K. സാമുവൽ അധ്യക്ഷനായിരുന്നു. T. അജിതകുമാരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപിക ഡെയ്സി ജോണിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷം ദുർബലമായെന്ന DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ LDFന്റെ തകർച്ച UDFന്റെ വൻ വിജയത്തിന് വഴിവെക്കും. RSPയുടെ വരവ് UDFന് നേട്ടമെന്നും തമ്പാൻ. കൊടിക്കുന്നിൽ സുരേഷും MA ബേബിയും പ്രചരണം തുടങ്ങി. NK പ്രേമചന്ദ്രൻ ശനിയാഴ്ച കിഴക്കൻ മേഖലയിൽ. ചിതറ ക്ഷീര സഹകരണ സംഘം ഭാരവാഹികളുടെ അനാസ്ഥ മൂലം 13 കർഷകരുടെ പെൻഷൻ മുടങ്ങിയിട്ട് 6 വർഷം. കർഷകരിൽ നിന്ന് ശേഖരിച്ച അംശാദായം ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കാതെ വകമാറ്റി ചെലവഴിച്ചുവെന്ന ആക്ഷേപം. ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവ സ്റ്റാർ ഹോംസ്. ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, പവിത്രം ജുവല്ലേഴ്സ്, പാലത്ര ഫാഷൻ ജുവല്ലേഴ്സ്, ആസ് പ്യുവർ ആസ് യുവർ ലവ്. കടവിൽ ബാബു ആൻഡ് കമ്പനി. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്.